Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Manohar Jewellery's Jewel House, Jewel Junction, Payyannur. Arabian Jewelers, Payyannur and Trikkaripur. Kalarakals Gold Park, Payyannur. White House, National Highway, Chirvattur and Chullikara. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. 2 പതിറ്റാണ്ടുകൾ പിന്നിട്ട മേരി മാത ഇംഗ്ലീഷ് സ്കൂൾ പിലാത്തറ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളുമുള്ള പാലേതാണ് ജനതാ പാൽ, ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം. ബാഗ് ബസാർ എബോ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ഇസ ടിമ്പേഴ്സ്, വെള്ളാപ്പ്, തൃക്കരിപ്പൂർ. ടീ ബാഗ്, റോയൽ സിറ്റി കോംപ്ലക്സ് നിയർ ഫെഡറൽ ബാങ്ക്, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സർവേ ഫലങ്ങൾ ശുദ്ധ അസംബന്ധമെന്ന് LDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. LDF പ്രവർത്തകരെ നിരാശപ്പെടുത്താനാണ് ഇതിന്റെ പിന്നിൽ ശ്രമമെന്നും സ്ഥാനാർത്ഥി. രാജ്യത്തെ ഇപ്പോൾ നടക്കുന്നത് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഏകാധിപത്യ ഭരണമെന്ന് VT ബൽറാം MLA. രാജ്യത്തെ ഭരണമാറ്റം ഉണ്ടായില്ലെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നും VT ബൽറാം. വിമാനത്താവളങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സീരിയൽ ക്യാമറാമാൻ അറസ്റ്റിൽ. ചെറുപുഴ കൊടോപ്പള്ളി സ്വദേശി അരുൺ രാജ് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വികസനത്തിനും ആധുനികവൽക്കരണത്തിനുമുള്ള 500 കോടിയുടെ പദ്ധതികൾ 3 മാസത്തിനകം സമർപ്പിക്കും. പുതിയ സർക്കാർ മെഡിക്കൽ കോളേജിന് വേണ്ടിവരുന്ന രീതിയിലുള്ള സമഗ്രമായ പദ്ധതി സമർപ്പിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. വിഷുവിന്റെ വരവറിയിച്ച് കണിക്കൊന്ന പൂത്തു. കടുത്ത വരൾച്ചയുടെ സൂചനയെങ്കിലും കൊന്ന പൂത്താൽ മലയാളിക്ക് ആഘോഷങ്ങളുടെ തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. സമൂഹ മാധ്യമങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കർശന നിബന്ധനകളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക പങ്ക്തി. സിറ്റി ബാഗ്, ദി ഗ്രേറ്റ് ഇന്ത്യൻ വാർ. കുറഞ്ഞ വിലയിൽ കൂടുതൽ സംതൃപ്തി. സിറ്റി ബാഗ് നവീകരിച്ച പയ്യന്നൂർ സിറ്റി ബാഗിൽ സ്കൂൾ ബാഗ്, കോളേജ് ബാഗ്, ബാക്ക് പാക്ക്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, കുടകൾ മുതലായവയും ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്കൂൾ പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് സിറ്റി ബാഗ് നൽകുന്ന സമ്മാനങ്ങളും. സിറ്റി ബാഗിന്റെ നവീകരിച്ച ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. സിറ്റി ബാഗ്, റോയൽ സിറ്റി കോംപ്ലക്സ് നിയർ ഫെഡറൽ ബാങ്ക്, പയ്യന്നൂർ. സോഷ്യൽ മീഡിയയിലൂടെയുള്ള വോട്ടുപിടുത്തവും കമന്റുകളും സൂക്ഷ്മ നിരീക്ഷണത്തിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് രൂപീകരിച്ച മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ സംസ്ഥാന ജില്ലാതല കമ്മിറ്റികളാണ് നിരീക്ഷണം നടത്തുന്നത്. ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സാപ്പ്, വെബ്സൈറ്റുകൾ, SMS-കൾ തുടങ്ങിയവയെല്ലാം നിരീക്ഷണത്തിന് വിധേയമായിരിക്കും. സോഷ്യൽ മീഡിയയിൽ സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ നടത്തുന്ന പരാമർശങ്ങളും പ്രയോഗങ്ങളും, സഭ്യമല്ലാത്ത രീതിയിലുള്ള കമന്റുകളും അസത്യപ്രചാരണവും പാടില്ല. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാവും. വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി പ്രചാരണം നടത്താൻ പാടില്ല. റേഡിയോ, TV, മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും പരസ്യം നൽകുന്നതിന് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങണം. ഇതിനായി നിശ്ചിത ഫോമിൽ അപേക്ഷിക്കണം. ഫോം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലെ മാധ്യമ നിരീക്ഷണ സെല്ലിൽ ലഭിക്കും. പരസ്യത്തിന്റെ ഇലക്ട്രോണിക് പതിപ്പിന്റെ 2 കോപ്പിയും സാക്ഷ്യപ്പെടുത്തിയ ട്രാൻസ്ക്രിപ്റ്റും അപേക്ഷയോടൊപ്പം നൽകണം. സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണത്തിന് ചെലവഴിക്കുന്ന തുകയ്ക്ക് കൃത്യമായ കണക്ക് സൂക്ഷിക്കുകയും തിരഞ്ഞെടുപ്പിന്റെ ചെലവിന്റെ കണക്കിൽ ഉൾപ്പെടുത്തി നൽകുകയും വേണം. വെബ്സൈറ്റിലൂടെ പ്രചരണം നടത്തുന്ന സ്ഥാനാർത്ഥികൾ ഡൊമൈൻ രജിസ്ട്രേഷൻ, വെബ് ഹോസ്റ്റിംഗ്, വെബ് ഡിസൈനിംഗ്, മെയിൻ്റനൻസ് എന്നീ ചെലവുകളും കമ്മീഷന് സമർപ്പിക്കണം. ഗ്രൂപ്പ് SMS ഉപയോഗിക്കുന്നതിനുള്ള ചെലവുകളുടെ കണക്കും കമ്മീഷന് നൽകണം. പെരുമാറ്റച്ചട്ടം ലംഘിച്ചുള്ള SMS-കൾ അയക്കാൻ പാടില്ല. പോളിംഗ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് മുതൽ രാഷ്ട്രീയ സ്വഭാവമുള്ള ബൾക്ക് SMS-കൾക്ക് നിരോധനവുമുണ്ട്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സർവേ ഫലങ്ങൾ ശുദ്ധ അസംബന്ധമെന്ന് LDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ.
LDFന്റെ പ്രവർത്തകരെ നിരാശപ്പെടുത്താനാണ് ഇതിന്റെ പിന്നിൽ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിൽ 3 തവണ പര്യടനം പൂർത്തിയാക്കിയപ്പോൾ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏഴോത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വിവിധ വാർത്താ ചാനലുകൾ നടത്തുന്ന സർവേകൾ ശുദ്ധാസംബന്ധമാണ്. ഇത് ജനം തള്ളും. LDF നേതൃത്വത്തിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും 3 തവണ പ്രചരണം പൂർത്തിയായി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ സ്ഥാപനങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കും. വ്യക്തിഗത സന്ദർശനവും വരും ദിവസങ്ങളിൽ നടക്കും. ഇക്കുറിയും മണ്ഡലത്തിൽ ചരിത്ര വിജയം ആവർത്തിക്കുമെന്നും LDF സ്ഥാനാർത്ഥി KP സതീശ്ചന്ദ്രൻ പറഞ്ഞു. വോട്ടർമാരെ നേരിൽ കണ്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. നാളത്തോടുകൂടി എല്ലാ മണ്ഡലത്തിലും 3 ഘട്ടങ്ങളായുള്ള പര്യടന പരിപാടികൾ അവസാനിക്കുക. 14 മുതൽ 22 വരെ ഒരു വട്ടം കൂടി 7 അസംബ്ലി മണ്ഡലത്തിലെയും പ്രധാനപ്പെട്ട വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിക്കും. LDFന് നല്ല ശുഭപ്രതീക്ഷയാണ് ഉള്ളത്. വളരെ ആവേശപൂർവ്വമാണ്. എന്താണ് എക്സിറ്റ് പോളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആ പോളൊക്കെ ഒരു പെയ്ഡ് പോളാണ്. സർവേ ലെവൽ പെയ്ഡ് സർവേ. മലയാളത്തിലെ 4 അക്ഷരം പറഞ്ഞാൽ അസംബന്ധമാണ്. കാരണം ആ സർവേത്തിന് അവർ പറയുന്നുണ്ട്. കാരണം സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. പിന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ജനങ്ങൾക്ക് നല്ല അഭിപ്രായം. പക്ഷേ LDF അത് LDFന്റെ പ്രവർത്തകരാണ് നിരാശപ്പെടുത്താനുള്ളൊരു നീക്കമാണ്. അത് തള്ളിക്കളയുന്നതിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. LDF നേതാക്കൾക്കൊപ്പമാണ് സ്ഥാനാർത്ഥി ഏഴോം ഖാദി കേന്ദ്രം, ഏഴോം മുസ്ലിം പള്ളി എന്നിവിടങ്ങളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഏകാധിപത്യ ഭരണമെന്ന് VT ബൽറാം MLA. രാജ്യത്ത് ഭരണമാറ്റം ഉണ്ടായില്ലെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നും VT ബൽറാം. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഐക്യജനാധിപത്യ മുന്നണി മണ്ടൂർ കൊക്കാട് സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണമാറ്റം ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായില്ല എങ്കിൽ ഇനി അടുത്ത തവണ ഇലക്ഷൻ നടക്കുമോ എന്നതോടും സംശയമാണ്. ആ നിലയിലാണ് ജനാധിപത്യത്തെ അട്ടിമറിച്ച് ജനാധിപത്യ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തി ഒരു ഏകാധിപത്യ ഭരണത്തിന്റെ എല്ലാ രീതികളും അവലംബിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും കൂട്ടരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകാധിപത്യ ഭരണമാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ കാഴ്ചവെക്കുന്നത്. പൂർണ്ണമായും ജനദ്രോഹ ഭരണമാണ് നടപ്പിലാക്കുന്നത്. കർഷക ആത്മഹത്യയും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു വരുന്നു. രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കുന്ന സമീപനമാണ് മോദി സർക്കാർ തുടർന്നു വരുന്നതെന്നും VT ബൽറാം പറഞ്ഞു. KPCC നിർവാഹക സമിതി അംഗം MP ഉണ്ണികൃഷ്ണൻ, രഞ്ജിത്ത് നാറാത്ത്, അജീഷ് മുള്ളിക്കോട്, സുമേഷ് K തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന് കരിവെള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ് പഞ്ചായത്തുകളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. സ്ഥാനാർത്ഥി എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ വൻ ജനക്കൂട്ടത്തെയാണ് കണ്ടത്. ജനമനസ് തൊട്ടറിഞ്ഞ് KP സതീഷ് ചന്ദ്രന്റെ പര്യടനം. കാങ്കോൽ, ആലപ്പടമ്പ, കരിവെള്ളൂർ, പെരളം പഞ്ചായത്തുകളിൽ 3ാം ഘട്ട പര്യടനത്തിനെത്തിയ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ ഹൃദയത്തിൽ തൊട്ട് സ്വീകരിച്ചു. കുണിയൻ പറമ്പത്തറ ക്ഷേത്രത്തിന് സമീപം നൽകിയ സ്വീകരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ബൈക്ക് റാലിയുടെയും ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. കുമാരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ TI മധുസൂദനൻ, C കൃഷ്ണൻ, K നാരായണൻ, KV ബാബു, ഭാസ്കരൻ തുടങ്ങിയ ഒട്ടേറെ പേർ സംസാരിച്ചു. നമ്മുടെ സർക്കാരിന്റെ പ്രത്യേക ദുർബല കേന്ദ്രങ്ങളെ നമ്മുടെ പ്രവർത്തനം നിരാശപ്പെടുത്താനുള്ള അവസാന തടവുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിശ്ചയമായും LDF സംസ്ഥാനത്തായ നല്ല മുന്നേറ്റമാണ് കാസർഗോഡ് ജില്ലയിലും ഇത്തവണ. LDFന്റെ വോട്ടുകൾ മാത്രമേ LDF പുറത്തുള്ള വോട്ടുകളും നിഷ്പക്ഷ വോട്ടുകളും ഉൾപ്പെടെ കിട്ടുന്ന സാഹചര്യമാണ്. പെരളം ദേശീയകലാസമിതിക്ക് സമീപം സംഘടിപ്പിച്ച സ്വീകരണ യോഗം പരിപാടിയുടെ വ്യത്യസ്തത കൊണ്ടുതന്നെ ശ്രദ്ധേയമായി. പൂക്കളുമായി ബാലികമാരും ചിഹ്നം പതിച്ച ചുവന്ന കൊടികളുമായി കേരളീയ വസ്ത്രമണിഞ്ഞ വനിതകളും സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. TI മധുസൂദനൻ, KP മധു, T ഗോപാലൻ, ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മുതിർന്ന കർഷക തൊഴിലാളികളും സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നിരുന്നു. കാങ്കോൽ ടൗണിൽ KP സതീഷ് ചന്ദ്രന് ഗംഭീര സ്വീകരണമാണ് ഒരുക്കിയത്. സ്വീകരണത്തിന് എത്തിച്ചേർന്ന ജനങ്ങളെ കൊണ്ട് കാങ്കോൽ ടൗൺ നിറഞ്ഞു. ഇരുവശത്തും വ്യത്യസ്തമാർന്ന വസ്ത്രങ്ങളണിഞ്ഞ കുട്ടികളും യുവാക്കളും വനിതകളും സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. കാങ്കോലിലെ കർഷകശ്രീ സ്വയം സഹായ സംഘം പ്രവർത്തകരുടെ ജൈവവാഴ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച ഭീമൻ നേന്ത്രവാഴക്കുല നൽകിയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. വടശ്ശേരിയിലെ അനുലാൽ വരച്ച സ്ഥാനാർത്ഥിയുടെ ഛായാചിത്രം വേദിയിൽ വെച്ച് സ്ഥാനാർത്ഥിക്ക് കൈമാറി.
കാങ്കോൽ കൊയ്യമലിലെ മുതിർന്ന കർഷക ഭവാനി താപ്പിടി നൽകിയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. ഇത്തരത്തിൽ നിരവധി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് കാങ്കോലിലെ പാർട്ടി പ്രവർത്തകർ KP സതീഷ് ചന്ദ്രന് സ്വീകരണം ഒരുക്കിയത്. TI മധുസൂദനൻ, C സത്യപാലൻ, അഡ്വക്കേറ്റ് PP സിദിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഒരിക്കലും മറക്കാത്ത വിധത്തിലുള്ള ഒരു സ്വീകരണം നൽകിയാണ് കാങ്കോലിലെ പാർട്ടി പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ യാത്രയാക്കിയത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. UDF മഹിളാ കൺവെൻഷൻ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. കാസർഗോഡ് ജില്ലാ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിയിലൂടെ മതേതര ഇന്ത്യ നിലനിർത്താൻ മുഴുവൻ വനിതകളും രംഗത്തിറങ്ങണമെന്ന് കാസർഗോഡ് ജില്ലാ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് ആഹ്വാനം ചെയ്തു. MV വത്സല അധ്യക്ഷയായി. കണ്ണൂർ ജില്ലാ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് രജനി രമാനന്ദ് മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ സമ്മേളനം കല്യാശ്ശേരി പയ്യന്നൂർ കേന്ദ്രീകരിച്ചു വിളിച്ചാലോ എന്ന് ശ്യാമളയും ഞാനും ആലോചിച്ചതാണ്. പിന്നീട് ഓരോരോ തിരക്കിൽപ്പെട്ട് അത് നടപ്പിലായി. പക്ഷേ ഈ അവസാന നിമിഷം നമുക്കിനി ഒന്നുകൂടി ഒത്തുപിടിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് വിളിച്ചു ചേർന്നത്. ഇത് നമ്മുടെ ജീവൻ മരണ പോരാട്ടമാണ്. നമ്മുടെ ഭാരതത്തിൽ നമ്മൾ നിലനിൽക്കണമോ, നമുക്ക് മുന്നോട്ട് ജീവിക്കണമോ? പ്രൊഫസർ ഇന്ദിര, ഷുക്കൂർ ഹാജി, AP നാരായണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, M അബ്ദുള്ള, P സജിത്ലാൽ, ഇക്ബാൽ, അത്തായി പത്മിനി, EP ശ്യാമള, P ലളിത ടീച്ചർ, MK ഷമീമ, ബുഷ്ര തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കല്യാശ്ശേരിയിൽ റാലി നടത്തി. കല്യാശ്ശേരി വെസ്റ്റ് റാലി പാറക്കടവിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നിരവധി പ്രവർത്തകർ പ്രകടനമായി എത്തി. ഒരു പ്രകടനമായാണ് പാറക്കടവിൽ സമാപിച്ചത്. തുടർന്ന് നടന്ന യോഗം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ വിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊവിഷണൽ കണക്ക് വെച്ച് 60,000-ൽ കൂടുതൽ കർഷകരാണ് കഴിഞ്ഞ 5 വർഷത്തിൽ ആത്മഹത്യ ചെയ്തത്. അതിൽ പാട്ടകൃഷിക്കാരും സ്ത്രീകളും അതിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ അതിനേക്കാളും കുറെ അധികമാണ്. ചില സംസ്ഥാനങ്ങൾ സത്യം തുറന്നു പറയുന്നുമില്ല. പഞ്ചാബ് BJP ഭരിച്ചിരുന്നപ്പോ പഞ്ചാബിൽ ഒരു വർഷം 1200-ലധികം കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. പക്ഷെ NCRB പ്രകാരം ഒരു കൊല്ലത്തിൽ 200 കർഷകർ മാത്രമാണ് ആത്മഹത്യ ചെയ്തത്. ഗുജറാത്തും ബംഗാളും ബീഹാറും ഒക്കെ. P കുഞ്ഞിരാമൻ അധ്യക്ഷനായി. മലപ്പട്ടം നാരായണൻ, P ചന്ദ്രൻ, E മോഹനൻ, TT ബാലകൃഷ്ണൻ, കരുണാകരൻ, C സന്തോഷ് എന്നിവർ സംസാരിച്ചു. MV രാജൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കുറഞ്ഞ വിലയിൽ കൂടുതൽ സംതൃപ്തി. സിറ്റി ബാഗ് നവീകരിച്ച പയ്യന്നൂർ സിറ്റി ബാഗിൽ സ്കൂൾ ബാഗ്, കോളേജ് ബാഗ്, ബാക്ക് പാക്ക്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, കുടകൾ മുതലായവയും ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്കൂൾ പർച്ചേസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് സിറ്റി ബാഗ് നൽകുന്ന സമ്മാനങ്ങളും. സിറ്റി ബാഗിന്റെ നവീകരിച്ച ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. സിറ്റി ബാഗ്, റോയൽ സിറ്റി കോംപ്ലക്സ്, നിയർ ഫെഡറൽ ബാങ്ക്, പയ്യന്നൂർ. മറ്റു വാർത്തകളിലേക്ക്. കോറോം രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് മുതിയലം കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും നടന്നു. രക്തസാക്ഷി നഗറിൽ നടന്ന പൊതുസമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജന്മി നാടുവാഴ്ത്തത്തിനുമെതിരെ പോരാടി ജീവൻ ബലിയർപ്പിച്ച കോറോം രക്തസാക്ഷികൾക്ക് പ്രണാമമർപ്പിച്ച് നടന്ന പൊതുസമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കയ്യിൽ നിന്നും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലൂടെ
ത്യാഗസുരഭിലമായ പോരാട്ട പരമ്പരകളിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ചൂഷക വർഗങ്ങളുടെ കയ്യിലേക്കാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കൈമാറിയിട്ട് പോയത്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസവും ഈ നാട് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നൽകിയ മഹാനായ നേതാവ് സഖാവ് AKGക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അതിനുശേഷം പാവപ്പെട്ട ജനങ്ങൾക്ക് സ്വസ്ഥമായ ഒരു ജീവിതം സാധ്യമാകാത്ത ജന്മി നാടുവാഴി മാടമ്പിമാരുടെ ആധിപത്യവും അടിച്ചമർത്തലും ഇവിടങ്ങളിൽ തുടർന്നപ്പോൾ അതിനെതിരായി ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാട്ടം സംഘടിപ്പിച്ചത് തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനമാണ്, ചെങ്കൊടി പ്രസ്ഥാനമാണ്. രക്തസാക്ഷികളായ വെമ്പിരിഞ്ഞൻ പൊക്കൻ, മൊടത്തറ ഗോവിന്ദൻ നമ്പ്യാർ, പാപ്പിനിശ്ശേരി കേളുനായർ, മാരാങ്കാവിൽ കുഞ്ഞമ്പു, കാനപ്രവൻ അബ്ദുൽ ഖാദർ, കാനപ്പള്ളി അമ്പു, നടുവളപ്പിൽ കോരൻ എന്നിവരുടെ സ്മരണ പുതുക്കാൻ ആയിരങ്ങളാണ് കോറോത്തെത്തിയത്. മുതിയലം കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും നടന്നു. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. പൊതുസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ M രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, CP മുരളി, TI മധുസൂദനൻ, C കൃഷ്ണൻ MLA, V നാരായണൻ, KV ബാബു, KV ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ KP മധു സ്വാഗതം പറഞ്ഞു. തുടർന്ന് ബിനീഷ് കോടിയേരി രചനയും സംവിധാനവും നിർവഹിച്ച DYFI തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ പോളിമിക്സ് കലാപരിപാടിയും അരങ്ങേറി. ഇത് കടന്നു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത്രയ്ക്ക് ശക്തമായിട്ട് മതിൽ കെട്ടാൻ നിങ്ങളുടെ സർക്കാർ ഇവിടെ എന്താണ് ചെയ്തത്? വികസിപ്പിച്ചെടുത്തത് 2010. ഈ മിസൈൽ വിക്ഷേപണത്തിന് തയ്യാറായത് 2011. ഇപ്പൊ വേറൊന്നും കയ്യിലില്ലാത്തോണ്ട് ഈ മിസൈൽ എടുത്ത് അങ്ങോട്ട് പരീക്ഷിച്ചിട്ട് ഇത് മോദി സാർ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് സാറേ. വിമാനത്താവളങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സീരിയൽ ക്യാമറാമാൻ അറസ്റ്റിൽ. ചെറുപുഴ കൊടോപ്പള്ളി സ്വദേശി അരുൺ രാജ് നൽകിയ പരാതിയെ തുടർന്നാണ് കോട്ടയം മണ്ണാർക്കാട് സ്വദേശി കുര്യൻ മാത്യു എന്ന ബിബിനെ ചെറുപുഴ SI T ദാമോദരനും സംഘവും അറസ്റ്റ് ചെയ്തത്. 300-ലധികം ആളുകളിൽ നിന്നായി വിവിധ പോസ്റ്റുകൾക്കായി 35,000 മുതൽ 50,000 രൂപ വരെയാണ് ബിബിൻ അപേക്ഷകരിൽ നിന്ന് കൈപ്പറ്റിയത്. ചെറുപുഴ കൊടോപ്പള്ളി സ്വദേശി അരുൺ രാജ് നൽകിയ പരാതിയെ തുടർന്നാണ് ചെറുപുഴ പോലീസ് കോട്ടയത്ത് വെച്ച് ബിബിനെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. സ്വന്തമായി കമ്പ്യൂട്ടർ സ്ഥാപനമുള്ള ബിബിൻ എയർ ഇന്ത്യയുടെ വ്യാജ ലെറ്റർപാടുണ്ടാക്കി അത് കാട്ടിയാണ് പലരിൽ നിന്നും പണം തട്ടിയത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മാത്രമായി 300ഓളം ആളുകളിൽ നിന്ന് ഇയാൾ പണം വാങ്ങിയിട്ടുണ്ട്. നേരിട്ടും വിവിധ ദേശസാൽകൃത ബാങ്ക് അക്കൗണ്ട് വഴിയും ഇയാൾ പണം വാങ്ങിയിട്ടുണ്ട്. ബിബിന്റെ അക്കൗണ്ട് കൂടാതെ പിതാവ് തങ്കച്ചൻ, ഭാര്യ ശാലിനി എന്നിവർ വഴിയും ഇയാൾ പണം ശേഖരിച്ചിട്ടുണ്ട്. ഇതേപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അന്തർസംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം തട്ടിപ്പ് നടത്തിയതായി സംശയമുണ്ട്. സമാനമായ മറ്റൊരു കേസിൽ മുൻപ് ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. നീലേശ്വരത്തിനടുത്ത് പെരിയങ്ങാനം സ്വദേശിനിയായ ഒരു സ്ത്രീ ഇയാളുടെ ഏജന്റായി പ്രവർത്തിച്ച് 135ഓളം ആളുകളിൽ നിന്ന് പണം വാങ്ങിയതായും എളേരി സ്വദേശിനിയായ ഒരു സാമൂഹിക പ്രവർത്തക വഴിയും 30ഓളം ആളുകളിൽ നിന്ന് പണം തട്ടിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും. ചെറുപുഴ SIയെ കൂടാതെ ASI C തമ്പാൻ, SCPO ഹേമന്ത് കുമാർ, M പ്രകാശൻ, CPOമാരായ രതീഷ് കുന്നൂൽ, രതീഷ് P, മഹേഷ് K, രമേശൻ KK എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് നിരവധി ആളുകളുടെ അപേക്ഷകളും ബയോഡേറ്റകളും മറ്റ് രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വികസനത്തിനും ആധുനികവൽക്കരണത്തിനുമുള്ള 500 കോടിയുടെ പദ്ധതികൾ 3 മാസത്തിനകം സമർപ്പിക്കുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ N റോയ് അറിയിച്ചു. ഒരു പുതിയ സർക്കാർ മെഡിക്കൽ കോളേജിന് വേണ്ടിവരുന്ന രീതിയിലുള്ള സമഗ്രമായ പദ്ധതി സമർപ്പിക്കാനാണ് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രവർത്തനം ആരംഭിച്ച് 25 വർഷം പൂർത്തിയാകുന്ന മെഡിക്കൽ കോളേജിൽ പുതിയ കെട്ടിടങ്ങളും ആധുനിക ചികിത്സാ ഉപകരണങ്ങളും വാങ്ങും. ആശുപത്രിക്ക് പൂർണ്ണമായ ചുറ്റുമതിൽ, ആധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ ഹോസ്റ്റൽ സമുച്ചയങ്ങൾ എന്നിവയും നിർമ്മിക്കും. കൂടാതെ മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഹൃദയാലയ, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ടി പ്രത്യേക കെട്ടിടം നിർമ്മിക്കും. ഇപ്പോഴുള്ള 200 ബെഡുകൾ 300ആയി വർദ്ധിപ്പിക്കും.
ക്യാമ്പസ് സൗന്ദര്യവൽക്കരണ പദ്ധതിയും ഇതോടൊപ്പം നടപ്പിലാക്കും. കിഫ്ബിയിൽ നിന്ന് മെഡിക്കൽ കോളേജിന്റെ വികസനത്തിനാവശ്യമായ എത്ര തുക വേണമെങ്കിലും നൽകാൻ സർക്കാർ തലത്തിൽ തീരുമാനമായതിന്റെ പശ്ചാത്തലത്തിലാണ് പദ്ധതി സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. പദ്ധതിയുടെ രൂപരേഖ തയ്യാറായി വരുന്നുണ്ടെന്നും 3 മാസത്തിനകം ഇത് സർക്കാരിലേക്ക് സമർപ്പിക്കുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. വിഷുവിന്റെ വരവറിയിച്ച് കണിക്കൊന്ന പൂത്തു. കടുത്ത വരൾച്ചയുടെ സൂചനയെങ്കിലും കൊന്ന പൂത്താൽ മലയാളികൾക്ക് ആഘോഷങ്ങളുടെ തുടക്കമായി. ക്ഷേത്രമതിലകത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ശ്രദ്ധിക്കാതെ പൂജാരി നടയടച്ചു പോകുന്നു. കുഞ്ഞിനെ സന്തോഷിപ്പിക്കാൻ സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ തന്നെ പ്രത്യക്ഷനായി. തന്റെ അരഞ്ഞാണം കുഞ്ഞിനു കളിക്കാൻ നൽകി. വീണ്ടും ക്ഷേത്രം തുറന്നപ്പോൾ പൂജാരി ഞെട്ടി. ശ്രീകോവിലിനകത്തെ തിരുവാഭരണം കൊണ്ട് കളിക്കുന്ന കുഞ്ഞിനോട് ക്ഷോഭിച്ചു. കരഞ്ഞുകൊണ്ട് കുഞ്ഞ് അരഞ്ഞാണം വലിച്ചെറിഞ്ഞപ്പോൾ അത് തൊട്ടടുത്തുള്ള മരത്തിൽ ചെന്ന് തങ്ങിയത്രേ. ആ പൊന്നരഞ്ഞാണത്തിന്റെ മണികൾ കുലകുലയായി മരത്തിൽ മുഴുവനും പൂക്കളായി തൂങ്ങിക്കിടന്നുവെന്നാണ് കണിക്കൊന്നയുടെ ഐതിഹ്യം. മലയാളിയുടെ ഗൃഹാതുരതയ്ക്ക് പൊന്നിൻ നിറം നൽകി മനം നിറഞ്ഞു നിൽക്കുന്ന കൊന്നപ്പൂവില്ലാതെ വിഷുവില്ല. ഓണം കഴിഞ്ഞാൽ കേരളത്തിന്റെ പ്രധാന വിളവെടുപ്പുത്സവം. കത്തിക്കാളുന്ന വെയിലിൽ വസന്തമായി കണിക്കൊന്നപ്പൂക്കൾ ചിരിച്ചു നിൽക്കുന്ന കാഴ്ച തന്നെ കുളിരേകും. വേനലിൽ സ്വർണത്തിന്റെ നിധിശേഖരം തരുന്ന വൃക്ഷമെന്നാണ് പുരാണങ്ങൾ കൊന്നയെപ്പറ്റി പറയാറ്. വേനലിൽ ഇലപൊഴിച്ച് പൂക്കളാൽ അലങ്കൃതമായി സ്വർണ്ണനിറം തൂകുന്ന സംസ്ഥാന പുഷ്പത്തിന് ആ വിശേഷണം നന്നായി ചേരുകയും ചെയ്യും. വിഷുവിന്റെ വരവറിയിച്ചുകൊണ്ട് പൂത്തു നിൽക്കുന്നത് തന്നെയാവാം വിഷുച്ചടങ്ങുകളിലെ ഒഴിവാക്കാനാവാത്ത ഘടകമായി കണിക്കൊന്നയെ മാറ്റിയത്. അതേസമയം കാലപുരുഷനായ മഹാവിഷ്ണുവിന്റെ കിരീടമാണ് കൊന്ന പ്രതിനിധാനം ചെയ്യുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. കൊടുംവേനലിനു മുൻപേ പൂവിട്ട് കാലവർഷമാകുമ്പോഴേക്കും കായകൾ വിത്തുവിതരണത്തിന് പാകമാകുന്നതാണ് കൊന്നയുടെ ശീലം. എന്നാൽ കാലവും കണക്കും തെറ്റിച്ചാണ് ഇന്ന് കൊന്ന പൂക്കുന്നത്. എപ്പോഴൊക്കെ മണ്ണിന്റെ ജലാംശം പരിധി വിട്ട് കുറയുന്നുവോ അപ്പോഴൊക്കെയാണ് കൊന്ന പൂക്കുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സ്വർണവസന്തം വിടർത്തി നാടുനീളെ പൂത്തുനിൽക്കുന്ന കൊന്നമരങ്ങൾ ഉയർത്തുന്ന ആശങ്കയും ചെറുതല്ല. എങ്കിലും വിശ്വമൊന്നാകുന്ന വിഷുവൽ പ്രതീക്ഷ നൽകി വെളിച്ചത്തിന് ഓമന്മകളായി കണിക്കൊന്ന ചിരിക്കുകയാണ്. ദൂരെ വിഷുപക്ഷി പാടാനും തുടങ്ങി. വിഷുക്കാലത്തെ വരവേൽക്കാൻ പ്രകൃതി പുഷ്പാഭരണങ്ങൾ ചാർത്തി ഒരുങ്ങിക്കഴിഞ്ഞു. കത്തുന്ന വേനൽ കണിക്കൊന്നയുടെ വസന്തകാലമാണ്. കവി പാടിയതുപോലെ വിഷുക്കാലമായാൽ പൂക്കാതിരിക്കാൻ കണിക്കൊന്നയ്ക്കാവില്ല. കൊടും വേനലിലും വറ്റാതെ പഴയങ്ങാടി മാടായിപ്പാറയിലെ വടുകുന്ത തടാകം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 200 അടിയോളം ഉയരത്തിലുള്ളതാണ് ഈ ജലസംഭരണി. പ്രകൃതി തന്നെ സ്വയം സംരക്ഷിക്കുന്ന തടാകം ഏവരിലും കൗതുകം ഉയർത്തുകയാണ്. ചരിത്രപരമായും ഐതിഹ്യപരമായും ഏറെ സവിശേഷതയുണ്ട് വടുകുന്ത തടാകത്തിന്. കടുത്ത ചൂടിൽ നാടും നഗരവും വെന്തുരുകുകയാണ്. ഒരു തുള്ളി കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുന്നു. ഈ കാലത്തും നിറഞ്ഞു നിൽക്കുകയാണ് മാടായിപ്പാറയിലെ വടുകുന്ത തടാകം. സമുദ്രനിരപ്പിൽ നിന്നും 200 അടിയോളം ഉയരത്തിലാണ് തടാകം സ്ഥിതി ചെയ്യുന്നത്. സമീപത്തെ നീരുറവകൾ എല്ലാം വറ്റിയെങ്കിലും വടുകുന്ത തടാകത്തിൽ ഇന്നും സുലഭമായി വെള്ളമുണ്ട്. ഇവിടുത്തെ ജലമാണ് മാടായിപ്പാറയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജീവജാലങ്ങളുടെയും കുടിനീരെന്ന് പറയാതിരിക്കാൻ വയ്യ. നിരവധി പറവകളും ദേശാടനക്കിളികളും
എല്ലാം ഇതിന്റെ സമീപത്ത് കുടിവെള്ളം തേടിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പൂർണ്ണമായും ശുദ്ധജലമാണ് വടുകുന്ത തടാകത്തിൽ. ജലത്തിന്റെ pH മൂല്യം 7 ആണെന്ന് പരീക്ഷണത്തിലൂടെ തെളിഞ്ഞിട്ടുണ്ട്. മഴക്കാലത്ത് മാടായിപ്പാറയിൽ പെയ്യുന്ന മഴവെള്ളം ഈ ജലസംഭരണിയിൽ ശേഖരിക്കപ്പെടുകയും വേനൽക്കാലത്ത് സമീപത്തെ കുന്നിൻ ചെരുവുകളിൽ വെള്ളം ലഭിക്കാൻ വടുകുന്ത തടാകം കാരണമാകുന്നതായും പറയപ്പെടുന്നു. ഏവരിലും വിസ്മയമുളവാക്കുന്നു വടുകുന്ത തടാകമെന്നും പ്രദേശത്തുകാർ പറയുന്നു. എത്രയോ അടി താഴ്ചയുള്ള കിണറുകളുടെ വെള്ളം വറ്റി വരേണ്ട സമയത്ത് ഈ തടാകത്തിൽ ഇതുവരെയായിട്ട് ഒരു തുള്ളി വെള്ളം പോലും പറ്റാത്തൊരു സന്ദർഭം ഇവിടെ കാണുന്നത്. എത്രയോ പക്ഷികളും മൃഗങ്ങളും പാമ്പുകളും പലതരം ആൾക്ക് ഇതും ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ കൂടാതെ കാസർഗോഡ് മംഗലം ഭാഗത്ത് വരുന്ന ഭക്തജനങ്ങൾ ഇതൊരു തീർത്ഥയായിട്ട് ഉപയോഗിക്കുന്ന തടാകം കൂടിയാണ്. ദാരികാസുര നിഗ്രഹത്തിനു ശേഷം കോപിഷ്ഠയായ ദേവിയുടെ കോപം ശമിപ്പിക്കാൻ ത്രിശൂലം കൊണ്ട് പരമശിവൻ സൃഷ്ടിച്ചതാണ് വടുകുന്ത തടാകമെന്നും ഐതിഹ്യമുണ്ട്. വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിൽ ഇവിടുത്തെ ജലത്തിൽ അതിന്റെ അലയൊലികൾ ഉണ്ടാകുമെന്നും പഴമക്കാർ പറയുന്നു. കൊടും വേനലിലും വറ്റാതെ നിൽക്കുന്ന ഈ ജലസംഭരണി ഇന്ന് നാശത്തിന്റെ വക്കിലാണെന്നും ഇത് സംരക്ഷിക്കണമെന്നും പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തെരഞ്ഞെടുപ്പും വിഷുവും ഈസ്റ്ററും ഒരുമിച്ചെത്തിയതോടെ പടക്ക വിപണി ഉഷാറിൽ. ദേഹത്ത് തീപ്പൊരി വീണാലും പൊള്ളാത്ത തരം ചൈനീസ് പടക്കങ്ങളാണ് ഈ വിഷു സീസണിലെ പ്രധാന ആകർഷണം. തമിഴ്നാട്ടിലെ ശിവകാശി, കോവിൽപ്പെട്ടി എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് കേരളത്തിലെ വിഷുവിപണിയിലേക്ക് പടക്കങ്ങൾ എത്തുന്നത്. വിഷുവിനൊപ്പം തിരഞ്ഞെടുപ്പും ഒരുമിച്ചെത്തിയതോടെ പടക്ക വിപണി സജീവമായി. കാർഷിക സമൃദ്ധി വിളിച്ചോതുന്ന മലയാളികളുടെ വിഷു ആഘോഷത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് പടക്കം. വിഷുവിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പടക്കവിപണിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കരിമരുന്ന് ഉപയോഗത്തിന് കർശന നിയന്ത്രണമുള്ളതിനാൽ ഇടിമുഴങ്ങുന്ന ഇനങ്ങൾ ഒഴിവാക്കിയാണ് കച്ചവടം. ചൈനീസ് പടക്കങ്ങൾക്ക് മേൽക്കൈയുള്ള ഇനങ്ങളിൽ ഹൈടെക് പടക്കങ്ങളും വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്. തീപ്പൊരി ദേഹത്ത് വീണാലും പൊള്ളാത്ത തരം ചൈനീസ് പടക്കങ്ങളും ഇത്തവണത്തെ ആകർഷണമാണ്. പടക്ക വ്യാപാരത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ശിവകാശിയിലെ പടക്കങ്ങൾ തന്നെയാണ് ഇത്തവണയും വിപണിയിൽ പ്രചാരത്തിലുള്ളത്. വിവിധ സിനിമകളുടെ പേരിലും മ്യൂസിക് ബാൻഡുകളുടെ പേരിലുമാണ് ഇത്തവണ പടക്കങ്ങളുടെ വരവ്. ശിവകാശിയിൽ നിന്നുള്ള പടക്കങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുതലുള്ളത്. തിരഞ്ഞെടുപ്പിന്റെ ചൂടേറിയതോടെ ഒരു മാസം മുൻപേ പടക്ക വിപണി സജീവമാണ്. സ്ഥാനാർത്ഥികളുടെ സ്വീകരണങ്ങൾക്കായി മാലപ്പടക്കങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിലയിൽ കാര്യമായ മാറ്റമില്ലെങ്കിലും ഈ വർഷം പൊതുവെ വിപണി സജീവമാണെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. പടക്ക വിപണി കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ സജീവമാണ്. കഴിഞ്ഞ വർഷം വളരെയധികം സാമ്പത്തിക മാന്ദ്യമുണ്ടായിരുന്നു നാട്ടിൽ. എന്നാൽ ഇപ്രാവശ്യം വളരെ ഉത്സാഹത്തോടുകൂടി, ആവേശത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ആളുകൾ വന്ന് നല്ല തോതിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. നല്ല ബ്രാൻഡുകളുടെ പടക്കങ്ങൾ ഏറ്റവും നല്ല വിലക്കുറവിൽ ഇവിടെ നിന്ന് ലഭ്യമാകുന്നു. നമുക്ക് കുട്ടികൾക്കടക്കമുള്ള ഉപയോഗിക്കുന്ന അടക്കമുള്ള ഏറ്റവും നല്ല ആധുനിക തരത്തിലുള്ള ചൈനീസ് പടക്കങ്ങളൊക്കെ ഈ സ്ഥാപനത്തിൽ ലഭ്യമാണ്. പോലീസിന്റെ ഇലക്ട്രിക് ലാത്തി പോലുള്ള ലാത്തിരിയിലെ ഹൈടെക് ഇനമാണ് പുതിയ താരം. ചാട്ടയുടെ ജിൽജിൽ ചാട്ടകളും മുകളിൽ പോയി വർണ്ണക്കാഴ്ചകൾ ഒരുക്കുന്ന കൂൾ ബേബി കൂൾ, 12 കളറിൽ കത്തുന്ന കമ്പിത്തിരി, ബെൻഡൻ, ഡ്രീം സ്റ്റാർ, സൈറൺ ലൈറ്റ് എന്നിങ്ങനെ ന്യൂജൻ കാഴ്ചകളും വിപണിയിലുണ്ട്. വിലക്കുറവുള്ള ആകർഷക ഇനങ്ങളാണ് വിൽപ്പനയ്ക്കെത്തിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വീണ്ടും തളിരിട്ട് ഓണക്കുന്നിലെ ആഴ്ചച്ചന്ത. കടുത്ത ചൂടിലും നിരവധി പേരാണ് സാധനങ്ങൾ വാങ്ങാൻ ഈ ചന്തയിലെത്തിയത്. പഴയകാല പ്രതാപം തിരിച്ചുപിടിച്ച് ഓണക്കുന്നിലെ ആഴ്ചച്ചന്ത ഈ വിഷുക്കാലത്ത് വീണ്ടും സജീവമാകുന്ന കാഴ്ചയാണ് കണ്ടത്. സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരെ കൊണ്ട് ചന്ത നിറഞ്ഞിരുന്നു. കച്ചവടക്കാരാകട്ടെ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല താനും. അതിനാൽ വിറ്റുതീരുന്നതിനനുസരിച്ച് സാധനങ്ങൾ എത്തിക്കാനും കച്ചവടക്കാർ ശ്രദ്ധിച്ചു. നിരവധി ഉണക്കമീനുകളും വിപണിയിലെത്തിയിരുന്നു. പച്ചക്കറികളും നിരവധി ഉണ്ടായിരുന്നു. വെള്ളരി, ചേന, ഉള്ളി, പയർ എന്നുവേണ്ട ഏതാണ്ട് എല്ലാ പച്ചക്കറികളും വിൽപ്പനയ്ക്കെത്തിച്ചിരുന്നു. അന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും, അതായത് പറങ്കി, പുളി, മല്ലി,
അങ്ങനെയുള്ള ഒട്ടനവധി പലവ്യഞ്ജനങ്ങളും സാധനങ്ങളൊക്കെ ഈ ചന്തയിൽ ഉണ്ടായിരുന്നു. വളരെ നല്ല നിലയിൽ പോയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് എല്ലാം മറ്റു കാര്യങ്ങളെല്ലാം പോകുന്ന പോലെ തന്നെ ഈ ആഴ്ച ചന്തയും ഇങ്ങനെ കുറഞ്ഞു വന്നു. പക്ഷേ എന്നാൽ ഇപ്പോഴും കുറച്ച് പുരോഗമനം ഈ പറയുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിലാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. മാളുകൾ വിട്ട് ജനങ്ങൾ പഴയകാല കച്ചവട രീതികളിലേക്ക് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ആഴ്ചച്ചന്തയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. അരവഞ്ചാൽ ശ്രീ ഭഗവതിക്കാവ് കളിയാട്ട മഹോത്സവം ഏപ്രിൽ 20 മുതൽ നടക്കും. ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 20 മുതൽ 25 വരെയാണ് കളിയാട്ട മഹോത്സവം. ഏപ്രിൽ 23 ചൊവ്വാഴ്ച വൈകുന്നേരം 7:30 സാംസ്കാരിക സമ്മേളനം മലയാളത്തിലെ പ്രശസ്ത പിന്നണി സിനിമാ ഗായകൻ VT മുരളി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണനും ബാലകൃഷ്ണനും ചേർന്ന് നിർവഹിക്കും. തുടർന്ന് കാരയിൽ പാർവതിയമ്മ, കുത്തൂർ കുഞ്ഞിരാമൻ, കോക്കാനി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവരെ ആദരിക്കും. കളിയാട്ട മഹോത്സവത്തിനോടനുബന്ധിച്ച് ഹരിതദീപ്തി പുരസ്കാരം നേടിയ രമേശൻ പേരൂലിനെ ആദരിക്കും. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവർക്കുള്ള അനുമോദനവും നടക്കും. അരവഞ്ചാൽ ശ്രീ ഭഗവതിക്കാവ് കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി രമേശൻ പൂന്തോടൻ, സുജിത് നമ്പ്യാർ, പൂന്തോടൻ ബാലൻ, രവീന്ദ്രൻ കെ, മധു കരക്കാട് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. വിഷുവിന് വിഷരഹിത പച്ചക്കറിയുമായി കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന് കീഴിലുള്ള ഫാമേഴ്സ് ക്ലബ്ബ്. ഫാമേഴ്സ് ക്ലബിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തയ്യാറാക്കിയാണ് പച്ചക്കറികൾ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള ഫാർമേഴ്സ് ക്ലബ്ബ് കരിവെള്ളൂർ ബസാറിലുള്ള ഇക്കോ ഷോപ്പ് മുഖേനയാണ് പച്ചക്കറികൾ വിപണനം ചെയ്തത്. 100% ജൈവ രീതിയിൽ കൃഷി ചെയ്തതാണ് ഈ പച്ചക്കറികൾ അത്രയും. അതുകൊണ്ട് തന്നെ കൃഷിക്കാരന് ഭേദപ്പെട്ട വില നൽകിയാണ് ഫാർമേഴ്സ് ക്ലബ്ബ് ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ചത്. ഉപഭോക്താവിനും വില കുറച്ചാണ് നൽകിയത്. ലാഭവും നഷ്ടവും വേണ്ട എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. ഉച്ചയോടെ ഉൽപ്പന്നങ്ങൾ 90% വിറ്റുതീർന്നു. പച്ചക്കറികളെ കൂടാതെ കരിവെള്ളൂരിലെ പ്രശസ്ത പാചക വിദഗ്ധൻ ശങ്കരൻ നമ്പൂതിരിയുടെ അച്ചാറുകളും കുടുംബശ്രീകൾ ഉൽപ്പാദിപ്പിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണനത്തിനെത്തിയിരുന്നു. വിപണിയിലെ പച്ചക്കറി വില പിടിച്ചു നിർത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് വിപണനമേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ പറഞ്ഞു. ആദ്യ വിൽപ്പന കൃഷി ഓഫീസർ കെ ജയരാജൻ നായർ നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി എം ശശിമോഹനൻ, ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി കാന ഗോവിന്ദൻ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ, K കുഞ്ഞികൃഷ്ണൻ, അമ്പുകുഞ്ഞി മാസ്റ്റർ തുടങ്ങിയവരും ഫാർമേഴ്സ് ക്ലബ്ബ് അംഗങ്ങളും ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. വിഷുവരെ ഉൽപ്പന്നങ്ങൾ പരമാവധി ഉൾപ്പെടുത്താനാണ് പ്രവർത്തകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ സ്വച്ഛതാ പക്വാര ശുചിത്വ വാരാചരണം 2019 താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടന്നു. നഗരസഭാ അധ്യക്ഷൻ ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KV പ്രകാശൻ അധ്യക്ഷനായി. റാലിയിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ, ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് പ്രതിജ്ഞയെടുത്തു. ജാക്സൺ ഏഴുമല നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തി വർത്തമാനകാലത്ത് പിലാത്തറ ഫെസ്റ്റിന്റെ ഭാഗമായുള്ള പാട്ടുവണ്ടി പ്രയാണം തുടങ്ങി. ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്ന കരോക്കെ ഗാന മത്സരത്തിലേക്കുള്ള ഗായകരെ കണ്ടെത്തുന്നതിനായാണ് പാട്ടുവണ്ടി യാത്ര തിരിച്ചത്. പിലാത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് CM വേണുഗോപാലൻ പാട്ടുവണ്ടി പര്യടനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിലാത്തറ, ചന്തപ്പുര, മാതമംഗലം, വെള്ളോറ, പെരുമ്പടവ്, കുളപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലായാണ് പാട്ടുവണ്ടിയുടെ പര്യടനം. ഏപ്രിൽ 25 മുതൽ മെയ് 5 വരെ പിലാത്തറ മേരിമാത സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് പിലാത്തറ ഫെസ്റ്റ് നടക്കുക. പാട്ടുവണ്ടിക്ക് KP ഷാനിൽ, KV സുതീഷ്, സുഹൈൽ ചട്ടിയോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏപ്രിൽ 13, 14 ദിവസങ്ങളിലായാണ് പാട്ടുവണ്ടിയുടെ പര്യടനം. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. സാധു സേവാ സമിതി മലബാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിഷുക്കിറ്റ് വിതരണവും ജീവകാരുണ്യ സംഗമവും സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സാധു സേവാ സമിതി മലബാർ മേഖലാ കമ്മിറ്റി കഴിഞ്ഞ 15 വർഷമായി നിർധന കുടുംബങ്ങളിലെ ക്യാൻസർ, വൃക്കരോഗം തുടങ്ങിയവ പിടിപെട്ട് ചികിത്സയിൽ കഴിയുന്ന കുടുംബങ്ങൾക്കായി ഓണം, വിഷു, റംസാൻ, ക്രിസ്തുമസ് തുടങ്ങിയ ആഘോഷങ്ങളിൽ കിറ്റ് വിതരണം ചെയ്തു വരുന്നുണ്ട്. നിരവധി കുടുംബങ്ങൾക്ക് വീട് പദ്ധതിയും നടപ്പിലാക്കിയിട്ടുണ്ട്. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ജീവകാരുണ്യ സംഗമവും വിഷുക്കിറ്റ് വിതരണവും CITU ജില്ലാ സെക്രട്ടറിയും പയ്യന്നൂർ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ ആരോഗ്യ പ്രവർത്തകൻ KV പവിത്രൻ,
അധ്യക്ഷനായി മുരളീധരൻ പയ്യന്നൂർ, PV വിനോദ്, കുന്നുമ്മൽ രാജൻ, പ്രദീപൻ താഴക്കുറുന്ത്, ദിവാകര പൊതുവാൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. 25ഓളം കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവർ കാലുകഴുകി വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ. അത് പൊതുവായ ക്ഷേത്ര നിയമം. എന്നാൽ ചെറുവത്തൂർ ചക്രപുരം ശ്രീ നരസിംഹ ലക്ഷ്മീനാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ കാൽ കഴുകി ഒഴുകുന്ന സംവിധാനം വേറിട്ട കാഴ്ചയാണ്. പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം 4ാം ദിവസത്തിലേക്ക് കടന്ന ചെറുവത്തൂർ ചക്രപുരം ശ്രീ നരസിംഹ ലക്ഷ്മീനാരായണ ശ്രീകൃഷ്ണ ക്ഷേത്ര നിർമ്മാണം തന്നെ പ്രത്യേകത നിറഞ്ഞതാണ്. പൂർണ്ണമായും കൃഷ്ണശിലയിൽ പണിത ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന വഴിയിൽ തന്നെ ശുദ്ധജല ക്രമീകരണം ഒരുക്കിയതിനാൽ നാലമ്പലത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ ഒഴുക്കുവെള്ളത്തിൽ നാം അറിയാതെ കാൽപാദങ്ങൾ കഴുകി ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. അതോടെ ശരീരത്തിനൊപ്പം മാനസികമായ പരിശുദ്ധി കൂടി അനുഭവപ്പെടുന്നു. ക്ഷേത്രദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴും കാല് നനച്ചു തന്നെ മടങ്ങാം. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ക്രമീകരണമാണ് ഇതിനായി സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. 1000 ലിറ്റർ വീതം ഉൾക്കൊള്ളുന്ന 2 വലിയ ജലസംഭരണികൾ ഭൂമി നിരപ്പിൽ താഴ്ത്തി ഒന്നിൽ ശുദ്ധജലവും മറ്റൊന്നിൽ കാൽ കഴുകി വരുന്ന വെള്ളം ശുദ്ധീകരിക്കുവാനുള്ള കരി പോലുള്ള സാമഗ്രികളും നിറച്ചുവെച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് മുഖമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന 2 പ്രധാന കവാടങ്ങളുടെയും മുൻഭാഗത്ത് വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലൊന്നുമില്ലാത്ത പ്രത്യേകതയായി തന്നെയാണ് ക്ഷേത്ര ദർശനത്തിലെത്തുന്ന ഭക്തർക്ക് ഇത് അനുഭവപ്പെടുന്നതെന്നും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ പ്രസ് ഫോറം വാർഷിക ജനറൽ ബോഡിയും അംഗങ്ങൾക്കുള്ള വിഷുപ്പൊതി വിതരണവും പ്രസ് ഫോറം ഓഫീസിൽ നടന്നു. കരിവെള്ളൂർ പ്രസ് ഫോറത്തിന്റെ 3ാം വാർഷിക ജനറൽ ബോഡിയും പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും പ്രസ് ഫോറം ഓഫീസിൽ നടന്നു. പ്രസ് ഫോറം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ടതിന്റെ ആവശ്യകത യോഗം ചർച്ച ചെയ്തു. വിഷുക്കിറ്റിന്റെ ആദ്യ വിൽപ്പന മുതിർന്ന പത്രപ്രവർത്തകൻ AV മാധവൻ, ദേശാഭിമാനി ലേഖകൻ വിജയൻ കരിവെള്ളൂരിന് നൽകി നിർവഹിച്ചു. പറ്റ്വ സതീശൻ മാസ്റ്ററെ പ്രസിഡന്റായും AV ഗിരീശൻ മാസ്റ്ററെ സെക്രട്ടറിയായും K വിനോദ് കുമാർ മാസ്റ്ററെ ട്രഷററായും യോഗം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കേരള സർക്കാരിന്റെ സമഗ്ര ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയായ സ്റ്റെപ്സിന്റെ യൂണിറ്റിന് പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ തുടക്കമായി. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KV പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് അഡ്വക്കേറ്റ് TB അജയകുമാർ അധ്യക്ഷനായി. TB കൺട്രോളർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഹമ്മദ് നിസാർ പദ്ധതി വിശദീകരിച്ചു. C ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ TB കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ P പുഷ്പാങ്കദൻ, AV സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. എല്ലാവരും ചേർന്ന് ലോഗോ പ്രകാശനവും നടത്തി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഇനി മാറ്റൊലി. നാട്ടിൻപുറങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു. ഇതിനോടുള്ള പ്രേക്ഷക പ്രതികരണങ്ങളാണ് ഇന്നത്തെ മാറ്റൊലിയിൽ. വെള്ളം ഇങ്ങനെ കളയുന്ന ഒരു സാഹചര്യമാണ് എവിടെയും. ഇപ്പോൾ തന്നെ നമ്മൾ കുടിവെള്ളം സപ്ലൈ ചെയ്യുന്നെന്ന് പറയുന്നത് ഓരോരോ ആൾക്കാരും കുരുമുളക് വള്ളി, വാഴത്തൈ ഇതിനെല്ലാം വെള്ളം കൊടുക്കണ്ടെന്നല്ല, നമ്മൾ വെള്ളം ഈ വരൾച്ച സമയത്ത് നമ്മൾക്ക് കുടിക്കാനുള്ള ഈ വരൾച്ച സമയത്ത് തന്നെ വെള്ളം അമിതമായി നമ്മൾ കളയുകയാണ്. ഇപ്പോഴേ മരങ്ങളില്ല, കാലാവസ്ഥ വ്യത്യാസം വരുന്നു. ഇപ്പോഴും പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ പ്രളയത്തിനെ തുടർന്നിട്ടുള്ളതായ കാലാവസ്ഥയുടെ വ്യതിയാനം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സർവേ ഫലങ്ങൾ ശുദ്ധ അസംബന്ധമെന്ന് LDF കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. LDF പ്രവർത്തകരെ നിരാശപ്പെടുത്താനാണ് ഇതിന്റെ പിന്നിൽ ശ്രമമെന്നും സ്ഥാനാർത്ഥി. രാജ്യത്തെ ഇപ്പോൾ നടക്കുന്നത് ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഏകാധിപത്യ ഭരണമെന്ന് VT ബൽറാം MLA. രാജ്യത്തെ ഭരണമാറ്റം ഉണ്ടായില്ലെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നും VT ബൽറാം. വിമാനത്താവളങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സീരിയൽ ക്യാമറാമാൻ അറസ്റ്റിൽ. ചെറുപുഴ കൊടോപ്പള്ളി സ്വദേശി അരുൺ രാജ് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വികസനത്തിനും ആധുനികവൽക്കരണത്തിനുമുള്ള 500 കോടിയുടെ പദ്ധതികൾ 3 മാസത്തിനകം സമർപ്പിക്കും. പുതിയ സർക്കാർ മെഡിക്കൽ കോളേജിന് വേണ്ടിവരുന്ന രീതിയിലുള്ള സമഗ്രമായ പദ്ധതി സമർപ്പിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. വിഷുവിന്റെ വരവറിയിച്ച് കണിക്കൊന്ന പൂത്തു. കടുത്ത വരൾച്ചയുടെ സൂചനയെങ്കിലും കൊന്ന പൂത്താൽ മലയാളിക്ക് ആഘോഷങ്ങളുടെ തുടക്കമായി.
നെറ്റ്വർക്ക് വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.